നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ സിമ്പിൾ പ്രസന്റ് അല്ലെങ്കിൽ പ്രസന്റ് സിമ്പിൾ ടെൻസിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് എവിടേക്കാണ് യൂസ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് എന്തെങ്കിലും ഫാക്ട്സ് പറയാൻ വേണ്ടിയിട്ട്, അതായത് ഓൾറെഡി ഉള്ള ഒരു കാര്യത്തെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രസന്റ് സിമ്പിൾ ടെൻസ് യൂസ് ചെയ്യും. പിന്നെ എന്തെങ്കിലും ഹാബിറ്റിനെ, എന്തെങ്കിലും ശീലങ്ങളെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രസന്റ് സിമ്പിൾ ടെൻസ് യൂസ് ചെയ്യും. ഇതിന്റെ റൂള് നമുക്ക് നോക്കിയാലോ. റൂൾ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ സബ്ജക്ട് പ്ലസ് ബേസ് ഫോം ഓഫ് ദ വേർബ്. ബേസ് ഫോം ഓഫ് ദ വേർബ് എന്ന് വെച്ചാൽ ഇപ്പൊ വർക്ക് എന്നുള്ള ഒരു വേർബ്, ബേസ് ഫോം ഓഫ് ദ വർക്ക് എന്ന് പറയുന്നത് വർക്ക് തന്നെയാണ്. നമുക്ക് വർക്കിംഗ് അല്ലെങ്കിൽ വർക്ക്, വർക്ക്സ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. പക്ഷെ ബേസ് ഫോം ഓഫ് ദ വേർബ് എന്ന് പറഞ്ഞാല് വർക്ക് എന്നുള്ള ആ ഒരു വേർബാണ്. ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. വേറെ വേർബ് വരുമ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കും നമ്മൾ എഴുതുന്നത്. അപ്പൊ സബ്ജക്ട് പ്ലസ് ആ ഒരു ബേസ് ഫോം ഓഫ് ദ വേർബ് ആണ് ഇതിന്റെ റൂൾ എന്ന് പറയുന്നത്. ഒരു എക്സെപ്ഷൻ ഉണ്ട്, അതിനാണ് ഇപ്പൊ തേർഡ് പേഴ്സൺ സിംഗുലർ ആയിട്ട് വരാന്ന് വെച്ചോ. സബ്ജക്ട് ഇപ്പൊ ഐ ആണ് വരുന്നതെങ്കിൽ ഐ ഈറ്റ് ഫുഡ്, ഐ വർക്ക്, ഇതൊക്കെയാണ് സബ്ജക്ട് പ്ലസ് ബേസ് ഫോമിൽ വരുന്നത്. ഇനി ഇപ്പൊ തേർഡ് പേഴ്സൺ സിംഗുലർ ആയിട്ടാണ് വരുന്നതെങ്കിൽ പേഴ്സൺ എന്ന് പറയുമ്പോഴത്തേക്കും ഹി, ഷീ, ഇറ്റ്, ഇതിനെയൊക്കെയാണ് തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത്. ഹി, ഷീ, ഇറ്റ്. ഇത് വരുവാണെങ്കിൽ നമ്മൾ എസ് ആഡ് ചെയ്യും. അതായത് ഷീ ഈറ്റ്സ് ഹർ ഫുഡ്. അപ്പൊ നമ്മള് എസും കൂടെ ആഡ് ചെയ്യും. ഹി ഈറ്റ്സ് ഹിസ് ഫുഡ്, ഇറ്റ് ഈറ്റ്സ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത് രണ്ടുമാണ് ഇതിനകത്ത് മെയിൻ റൂൾസ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.